الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹീത സ്വർഗങ്ങൾ കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിൻ്റെ മാസങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമായി ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഖുതുബയിൽ നാം വിശദീകരിക്കുകയുണ്ടായി. ഈ മാസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ചരിത്രങ്ങളാണ്. അഥവാ ചരിത്രത്തിലെ പുനരാവിഷ്കാരങ്ങളാണ് ഈ മാസങ്ങളിലൂടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിലെ 25 സൂറത്തുകളിലൂടെ 69 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള പ്രവാചകനാണ്. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വ ഇബ്രാഹിമുല്ലദീ വഫ, തൻ്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും വളരെ പരിപൂർണമായും പൂർത്തീകരിച്ചിട്ടുള്ള പ്രവാചകൻ എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, പ്രവാചകരെ അങ്ങ് പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത് സ്വീകരിക്കുക. നാം മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളാണെങ്കിലും നമ്മുടെ മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്താണ്. അദ്ദേഹത്തിൻ്റെ മാർഗമാണ് നാം അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വമാ കാന മിനൽ മുശ്രിക്കീൻ,
അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവരായിരുന്നില്ല. സൂറത്തു നഹലിലെ 123 ആയത്തിൽ അള്ളാഹു പറയുന്നു, സുമ്മ ഔഹൈനാ ഇലൈക, പ്രവാചകരെ പിന്നീട് അങ്ങയിലേക്ക് നാം ദിവ്യബോധനം നൽകി, അനിത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഋജുവായ വക്രതയില്ലാത്ത ആ മാർഗം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് ദിവ്യബോധനം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് പറയുകയാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറയുകയുണ്ടായി, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഫലമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അഥവാ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാർത്ഥന കാണാവുന്നതാണ്. അല്ലാഹുവേ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അവർക്ക് നീ നിയോഗിച്ചു കൊടുക്കണമേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു ദിവസം തന്നെ പല തവണ നാം ആവർത്തിച്ച് ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ കുറിച്ച് നാം നമസ്കരിക്കുന്ന സമയത്ത് തശഹ്ഹുദിൽ ആവർത്തിച്ചു പറയുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ അനുഗ്രഹങ്ങൾ ചൊരിയണമേ, അദ്ദേഹത്തിന് നീ നിന്റെ ആശീർവാദം ഉണ്ടാകണമേ. ഏത് രൂപത്തിൽ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചതുപോലെ എന്ന് നാം ദിനം പ്രതി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാർഗത്തിലാണ് നാം എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹജ്ജിലൂടെയും ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ മഹാനായ പ്രവാചകന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ചരിത്രങ്ങളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കേണ്ടത്, ഇത്രയധികം ഒരു പ്രവാചകനെ കുറിച്ച് പറയുകയും ലോകാവസാനം വരെ ആ പ്രവാചകന്റെ മാർഗമാണ്, മില്ലത്താണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് പറയുകയും ചെയ്യണമെങ്കിൽ അത്രമാത്രം ഗുണഗണങ്ങൾ, അത്രമാത്രം മാതൃകകൾ അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ടല്ലോ. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ ഇത്ര വലിയ മാതൃകകൾ ഉള്ളത് എന്ന് നാം ആലോചിക്കേണ്ടതല്ലേ? സാധാരണഗതിയിൽ പിൻകാലത്ത് ആളുകൾ അറിയപ്പെടാറുണ്ട്, ഒരുപക്ഷെ വലിയ ധനാഢ്യരായിരിക്കും അവർ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ഉള്ളവരായിരിക്കും അവർ, പദവികൾ അലങ്കരിച്ചവരായിരിക്കും അവർ. അങ്ങനെയുള്ള ആളുകളൊക്കെ പിൻകാലത്ത് അറിയപ്പെടാറുണ്ട്. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഭരണാധികാരിയായിരുന്നില്ല. ആ നിലക്ക് അദ്ദേഹത്തെ അറിയപ്പെടാനും സാധ്യതയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ധനാഢ്യനായിരുന്നില്ല. ആ നിലക്കും അദ്ദേഹത്തെ അറിയപ്പെടാൻ സാധ്യതയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാട്ടിലെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ വഹിച്ച ആളായിരുന്നില്ല. അതല്ലെങ്കിൽ കവിയോ ചരിത്രകാരനോ അതുപോലെയുള്ള അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായി തീർന്നിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിലെ അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിരുന്നില്ല. എന്നിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സംബന്ധിച്ച് ലോകാവസാനം വരെയുള്ള ആളുകൾ ഓർക്കുകയും മിക്കവാറും മതവിഭാഗങ്ങളൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ മാർഗമാണ് പിന്തുടരുന്നത് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രൈസ്തവരും പറയുന്നത് ഞങ്ങൾ അബ്രഹാമിന്റെ വഴിയിലാണ് എന്നാണ്. ജൂതന്മാരും പറയുന്നത് ഞങ്ങൾ ഇബ്രാഹിമിന്റെ വഴിയിലാണെന്നാണ്. അഥവാ സെമിസ്റ്റിക് മതങ്ങൾ മുഴുവനും പറയുന്നത് ആ ഇബ്രാഹിമിന്റെ മാർഗമാണ് ഞങ്ങൾ പിൻപറ്റിയിട്ടുള്ളത് എന്നാണ്. ആ മാർഗത്തിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നവർ അവകാശപ്പെടുന്നു. ഖുർആൻ അതിന് കാരണം പറയുന്നത്, ഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു, നിങ്ങൾക്ക് ഇബ്രാഹിമിലും
അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുള്ള ആളുകളിലും വ്യക്തമായ മാർഗദർശിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൽ കാണാവുന്നതാണ്, മാതൃക ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് എന്നാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നൂറ്റാണ്ടുകൾ കഴിയുന്ന സമയത്തും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ആളുകൾ ഓർക്കുകയും എല്ലാവരും അത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്ന ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ദുനിയാവിൽ നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ആഖിറത്തിൽ അദ്ദേഹം ഏറ്റവും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമാണ്. ആ രൂപത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിമിനെ നാം ഉറ്റമിത്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോ അങ്ങനെയുള്ള അത്രയും വിശിഷ്ടമായ സ്ഥാനം നൽകുകയും പദവികൾ നൽകുകയും ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുവാനുള്ള കാരണം മറ്റു ആയത്തുകളിൽ അല്ലാഹു വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ എന്നതാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉസ്വത്താണ് എന്ന് പറയുമ്പോൾ, എല്ലാവർക്കും മാതൃകയാണ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ മാതൃകകളാണ് അദ്ദേഹത്തിലുള്ളത്? ഖുർആൻ ഈ ആയത്തിൽ പറയുന്നത് കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഒരു വ്യക്തിയാണെങ്കിലും, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഉമ്മത്തായിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഒരു സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന അത്രയും പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ, കാര്യങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള സമാനമായ ഒരു ഉമ്മത്തിന് സമാനമായ ജീവിതം മുന്നോട്ട് വെക്കുവാൻ, സമൂഹത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ, ഒരു സമൂഹം ഒന്നിച്ച് ശ്രമിച്ചാൽ ഒരു നാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഒരു വ്യക്തിക്കപ്പുറം, ഒരു സംഘടനക്കപ്പുറം ഒരു സമൂഹം ഒന്നിച്ച് ശ്രമിക്കുകയാണെങ്കിൽ ഒരു നാട്ടിൽ ഏത് രൂപത്തിലുള്ള മാറ്റവും പരിവർത്തനവും പുരോഗതിയും ഉണ്ടാക്കാൻ സാധിക്കുമോ? അത്രയും വലിയ മാറ്റങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, നിങ്ങളും ഓരോരുത്തരാണെങ്കിലും നിങ്ങൾ ഓരോ ഉമ്മത്തുകളായി മാറാൻ ശ്രമിക്കണം. നിങ്ങളെ കൊണ്ട് ഒരു സമൂഹത്തിൽ കണക്കെ ഉണ്ടാവുന്ന പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശേഷണമായി ഉസ്വത്തായി ഖുർആൻ പറയുന്നത്. അതുപോലെ ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിനെ കീഴൊതുങ്ങി ജീവിച്ചവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ, നിർദ്ദേശിച്ചാൽ അതിൽ രണ്ട് പക്ഷമില്ലാതെ അത് പൂർണ്ണമായും അനുസരിക്കുന്ന, നേരത്തെ നാം പറഞ്ഞതുപോലെ വ ഇബ്രാഹിമുല്ലദീ വഫാ, പരിപൂർണമായും അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസ വഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന വിധത്തിൽ ഒരു പോറലുമേൽക്കാതെ, ഒരു കുറവും സംഭവിക്കാതെ, എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹുവിനെ നീ ആരാധിക്കണം. അള്ളാഹുവിനെ കൺമുമ്പിൽ കാണുന്നത് പോലെ, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ച വിധത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിത രൂപം വിശ്വാസികളെ നിങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവൻ പറയുന്ന കൽപ്പനകൾ ശിരസ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ഇബ്രാഹിമിന്റെ സന്ദേശം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ ഹനീഫൻ, അദ്ദേഹം ഋജുമനസ്കനായിരുന്നു, നേർക്കുനേരെയുള്ളവൻ, ഇടത്താവളങ്ങളില്ലാതെ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇടത്തട്ടു കേന്ദ്രങ്ങളില്ലാതെ, ആത്മീയ ചൂഷണങ്ങളില്ലാതെ പടച്ചവനിലേക്ക് നേരിട്ടടുത്തവൻ. അള്ളാഹുവും നമ്മളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള അകൽച്ചയുമില്ല എന്നും ഖുർആൻ പറഞ്ഞ രൂപത്തിൽ തന്നെ വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ ഖണ്ഡനാളത്തേക്കാൾ ഞാൻ നിങ്ങളോട് അടുത്തവനാണ്.
അള്ളാഹു നമ്മോട് അടുത്തവനാണ്. അതുകൊണ്ട് അവന്റെ അടുക്കലേക്ക് ഏതെങ്കിലും ബാവമാരെയോ ബീവിമാരെയോ മുനിമാരെയോ ഋഷിമാരെയോ ഔലിയാക്കന്മാരെയോ തങ്ങന്മാരെയോ ഇടയ്ക്ക് തിരികെക്കയറ്റേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് നേരിട്ട് തന്നെ സമീപിക്കാവുന്നതാണ്. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബുൻ, എന്റെ ദാസൻ എന്നെപ്പറ്റി നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. എന്നേക്കാൾ അടുത്തവർ മറ്റാരുമില്ല. ഒരു അടിമയോട്, ഒരു ദാസനോട് എന്നേക്കാൾ അടുത്തവർ മറ്റാരുമില്ല. തന്റെ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ല. അള്ളാഹുവാണ് എന്നോട് ഏറ്റവും അടുത്തവൻ. അവനും എനിക്കുമിടയിൽ ഒരു മറയുമില്ല എന്ന രൂപത്തിൽ ഹനീഫായി പടച്ചവനുമായി ബന്ധം സ്ഥാപിച്ചവനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവരായിരുന്നില്ല. ആ കാലഘട്ടം മുഴുവനും നിറഞ്ഞു നിന്നിരുന്ന ബഹുദൈവാരാധന, കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർഖൻ പാമ്പ് വരെയുള്ള വസ്തുക്കളെ ആരാധിക്കുകയും അവക്ക് മുമ്പിൽ ഭജനമിരിക്കുകയും തങ്ങളുടെ സങ്കടങ്ങളും വേദനകളും അവക്ക് മുമ്പിൽ സമർപ്പിക്കുകയും അവയൊക്കെയും ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം. എന്നിട്ട് കൂടി അങ്ങനെയുള്ള ബഹുദൈവാരാധനകളിൽ പങ്കാളിയാവാതെ നേരിട്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ശിർക്കിന്റെ പാതയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കണമെന്നും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ ഖുർആൻ പറയുന്ന മറ്റൊരു പ്രത്യേകത, ഷാക്കിറൻ ലിഅൻഉമിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള സകലമാന അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നവനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്നാണ്. ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഏറ്റവും പ്രത്യേകമായ ഗുണമാണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാം നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ, നമ്മുടെ വീട്ടിൽ അന്തി ഉറങ്ങുമ്പോ, നമ്മുടെ മക്കളെ കാണുമ്പോ, നമ്മുടെ കച്ചവടങ്ങളിലൂടെ നാം നീങ്ങുമ്പോ, നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ മേഖലയിൽ പ്രവേശിക്കുമ്പോ അവിടെയെല്ലാം നാഥ അൽഹംദുലില്ലാ, ഇതെല്ലാം നീ എനിക്ക് നൽകിയതാണല്ലോ എന്ന നന്ദി ബോധം എല്ലാ സമയത്തും ഉണ്ടാവണം. ഒരു മുറുക്ക് വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ, പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും. ഈ വെള്ളമുണ്ടായിട്ട് അത് കുടിക്കാൻ കഴിയാത്തവർ എത്രയുണ്ട്, അതല്ലെങ്കിൽ കുടിക്കാൻ കഴിയാത്തവർ എത്രയുണ്ട് എന്ന ആലോചനയിൽ അള്ളാഹുവിനോട് ആ സമയത്ത് പോലും നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു ജീവിത രീതിയാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് അത് ഉൾക്കൊള്ളാൻ സാധിക്കണം എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നട്ടപ്പാതിരാക്കും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വഹാബത്ത് ചോദിച്ച ചോദ്യമില്ലേ, എന്തിനാണ് പ്രവാചകരെ അങ്ങ് ഇത്ര കഷ്ടപ്പെടുന്നത്? കഴിഞ്ഞുപോയതും വരാനുള്ളതുമായ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടിട്ടില്ലേ? എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി അഫഅന്നകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടയോ എന്നാണ്. അപ്പൊ ശുക്ർ ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുകയാണ്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്ത് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം സുലൈമാൻ നബി തന്നെ അവിടെ കൊണ്ടുവന്ന ചരിത്രം നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ലിയബ്ലുവനി അശ്കുറു അം അക്ഫുറു, ഇത്ര വലിയ ഒരു കഴിവ് പടച്ചോൻ എനിക്ക് നൽകിയത്, അങ്ങ് ദൂരെയുള്ള ആ സിംഹാസനം നിമിഷ നേരങ്ങൾ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. എന്തിനാണ് ആ അനുഗ്രഹം നൽകിയത്? ഞാൻ നന്ദി ചെയ്യുമോ, നന്ദികേട് കാണിക്കുമോ?
ഞാൻ ധിക്കാരിയാകുമോ, അഹങ്കാരിയാകുമോ, അതല്ല അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുമോ എന്ന പരീക്ഷണമാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വിനയാന്വിതൻ ആകണമെന്നാണ് അത്. അതിനാൽ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും അള്ളാഹുവിനോട് നന്ദി ചെയ്ത് വിനയാന്വിതരായി ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ, സത്യസന്ധനായിരുന്നു അദ്ദേഹം. സുദ്ദീഖ് വലിയ ഒരു വിശേഷണമായിക്കൊണ്ട് ഗുണമായിക്കൊണ്ട് ഖുർആൻ പറയുന്നതാണ്. ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സത്യസന്ധത എന്ന് പറയുന്നത്. ആളുകളെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ആ രൂപത്തിൽ എങ്ങനെയെല്ലാം പരാജയപ്പെടുത്താൻ സാധിക്കുമോ ആ രൂപത്തിലെല്ലാം ആളുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സുദ്ദീഖ് എന്ന നാമകരണം എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിച്ചാലും സത്യം മാത്രമേ പറയുകയുള്ളൂ, സത്യത്തിനെ നിലനിൽപ്പുള്ളൂ എന്ന രൂപത്തിലുള്ള ചിന്താഗതിയിലൂടെ ജീവിക്കണമെന്നും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ ജീവിതം മുഴുക്കെ പ്രാർത്ഥനാ നിരതനായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ മുഴുക്കെ പ്രാർത്ഥനാ നിരതൻ. കഅബാലയത്തിന്റെ ആ പുനർനിർമ്മാണം നടന്ന സമയത്തുള്ള പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. അത് പടുത്തുയർത്തിയ സമയത്ത് ഞാനാണല്ലോ ഇത് ചെയ്തത്, സംശയമില്ല. ഇതിന്റെ സ്ഥലം പറഞ്ഞു തന്നതാരാ? അള്ളാഹുവാണ്. ഇത് നിർമ്മിക്കുമ്പോ കൂടെയുള്ളതാരാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇത്രയെല്ലാം സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും ഇനി ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം എന്നല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചത്. ഇതെല്ലാം ചെയ്തിട്ടും അള്ളാഹു സാക്ഷിയായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെയുണ്ടായിട്ടും പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഒരു വിശ്വാസിയുടെ ഗുണമാണ്. ആ ഗുണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ ഖുർആൻ പറഞ്ഞു, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ, പടച്ചോനെ ഞങ്ങളെ നീ നിനക്ക് കീഴ്പ്പെട്ടവരാക്കി തീർക്കണമേ, എന്നെയും എൻ്റെ മകനെയും നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങൾക്ക് ശേഷമുണ്ടാകുന്ന സന്തതി പരമ്പരകളെയും നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവരാക്കണം. അതുപോലെ മറ്റൊരു പ്രാർത്ഥന, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്നു തന്നെ നീ അവർക്കുള്ള പ്രവാചകന്മാരെ നിയോഗിക്കണമേ. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ഗൈറ ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം, പടച്ചോനെ ആരും രക്ഷയില്ലാത്ത, ആരും തുണയില്ലാത്ത, ആരും സഹായത്തിനില്ലാത്ത വിജനമായ ഒരു സ്ഥലത്തിതാ റബ്ബേ ഞാൻ എൻ്റെ കുടുംബത്തെ കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നു. റബ്ബനാ ലിയുഖീമുസ്സലാത്ത് വജ്അൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ്സമറാത്ത് ലഅല്ലഹും യശ്കുറൂൻ. പടച്ചോനെ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവനും ഇവിടേക്ക് വരുന്ന അവസ്ഥ നീ ഉണ്ടാക്കണമേ റബ്ബേ. അള്ളാഹുവേ അവരെ നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ റബ്ബേ. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാവുന്നതാണ്. ഇതെല്ലാം ഖുർആൻ എടുത്തു കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതമാണ് വിശ്വാസിയുടെ. അവന് നന്മകൾ സംഭവിച്ചാലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. തിന്മകൾ മാറാൻ വേണ്ടി മാത്രമല്ല, ശുക്ർ ചെയ്തുകൊണ്ടും നന്ദി കാണിച്ചുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുടുംബത്തെ സംബന്ധിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴും കൂടെ നിർത്തിയിട്ടുണ്ട്. തൻ്റെ ഭാര്യയെ, തൻ്റെ മക്കളെ, അത് തൻ്റെ പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം കൂടെ നിൽക്കുകയാണ്. വഇദ്ബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അല്ലാഹ് പറഞ്ഞു, സർവ്വവിധ പരീക്ഷണങ്ങളും നടത്തി അവസാനം അല്ലാഹ് പറഞ്ഞു, ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ നിന്നെ ലോകത്തിന്റെ ഇമാമാക്കിയിരിക്കുന്നു. ഇനി വരുന്ന തലമുറകളുടെ മുഴുവൻ ഇമാമ് നീയാണ് എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്തോഷമുണ്ടായെങ്കിലും അത് തന്നിൽ തന്നെ പരിമിതപ്പെടണം എന്നല്ല അദ്ദേഹം വിചാരിച്ചത്.
ഉടനെ അദ്ദേഹം ചോദിച്ചു, വമിൻ ദുർരിയ്യത്തി, പോരാ റബ്ബ്, എനിക്ക് മാത്രം പോരാ, എന്റെ മക്കൾക്കും വേണം. നമ്മുടെ പ്രാർത്ഥനയിൽ വരേണ്ട ഒരു പ്രധാന ഭാഗമാണ് എന്റെ വമിൻ ദുർരിയ്യത്തി, എന്റെ മക്കളെയും പടച്ചവനെ നീ പറഞ്ഞ അനുഗ്രഹത്തിൽ നേതാവാക്കുക, ഇമാമാക്കുക എന്നതിൽ ഉൾപ്പെടുത്തണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, പടച്ചോനെ ഞങ്ങളെ രണ്ടാളെയും നിനക്ക് കീഴൊതുക്കുന്നവരാക്കണമേ. വമിൻ ദുർരിയ്യത്തിന, മക്കളെയാക്കണേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം മക്കൾ കൂടെ വരികയാണ്. റബ്ബനാ വജ്നുബ്നി വബനിയ അൻ യഅ്ബുദൽ അസ്നാം, പടച്ചോനെ ബിംബാരാധനകളിൽ നിന്ന് ഞങ്ങളെ സുരക്ഷിതരാക്കണമേ. ഞങ്ങളെ മാത്രം പോരാ റബ്ബേ, വബനിയ, ഞങ്ങളെ മക്കളെയും വേണം. മക്കളെയും തൗഹീദുള്ളവരായി വളർത്താൻ സഹായിക്കണേ റബ്ബേ. അതിന് നീ തൗഫീഖ് നൽകണമേ റബ്ബേ. റബ്ബി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയ്യത്തി, പടച്ചോൻ എന്നെ നമസ്കരിക്കുന്നവനാക്കണമേ. പോര റബ്ബേ വമിൻ ദുർരിയ്യത്തി, എന്റെ മക്കളെ നമസ്കരിക്കുന്നവരാക്കണമേ. എന്തൊരു മാതൃകാപരമായ പ്രാർത്ഥനകൾ! നാം ആലോചിച്ചു നോക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതുപോലെ നാം ഒരു സമീപനം സ്വീകരിക്കാറുണ്ടോ എന്നാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ കാര്യം പ്രാർത്ഥിക്കാറുണ്ടോ എന്നത് തന്നെ ആലോചിക്കേണ്ടതാണ്. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ ഒന്ന് കൈ ഉയർത്തി നാഥനോട് പ്രാർത്ഥിക്കാനുള്ള അവസരം നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നത് തന്നെ നാം ആലോചിക്കേണ്ടതാണ്. ജീവിത തിരക്കിനിടയിൽ തൻ്റെ റബ്ബിനോട് തൻ്റെ ആവശ്യങ്ങൾ തുറന്നു പറയാനുള്ള അവസരങ്ങൾ പോലും പ്രയോജനപ്പെടുത്താത്തവരാണ് പല ആളുകളും. ഖുർആൻ പറഞ്ഞത് ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ പരിഗണിക്കുക പോലുമില്ല എന്നാണ്. നമസ്കരിച്ചാൽ മാത്രം പോരാ, നോമ്പ് നോറ്റാൽ മാത്രം പോരാ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രം പോരാ, അത് സ്വീകരിക്കണമെന്ന കബൂലിയത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലേ അള്ളാഹു അത് സ്വീകരിക്കൂ. അങ്ങനെയുള്ള ആ പ്രാർത്ഥനയോടൊപ്പം തൻ്റെ ഇണയെ, തൻ്റെ ഭാര്യയെ, തൻ്റെ ഭർത്താവിനെ, തൻ്റെ മക്കളെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് കൂടി ഈ നന്മകൾ വരയണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ എന്നത് നാം ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാതൃകകളും നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ കാണാൻ സാധിക്കുകയാണ്. ലോകം എത്രമാത്രം മുന്നോട്ട് പോയാലും, എത്ര ഹൈടെക് ആയാലും, AI യുഗത്തിലേക്ക് പ്രവേശിച്ചാലും, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിട്ടുള്ള, പറഞ്ഞിട്ടുള്ള, ജീവിച്ചിട്ടുള്ള ആ മാതൃകളൊക്കെയും തന്നെ നമുക്ക് എന്നെന്നും വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ മാറുന്ന ലോകത്ത് എപ്പോഴും മാറാത്ത ആശയങ്ങളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് പങ്കുവെച്ചിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞ വജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം, അല്ലാഹുവേ എല്ലാ സമൃദ്ധിയും ഈ നാട്ടിൽ ഉണ്ടാവണമേ, എല്ലാ സമൃദ്ധിയും ഈ നാട്ടിലുണ്ടാവണേ. മാനവ ലോകത്തെ മൊത്തത്തിൽ കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ബലദൻ ആമിനൻ, അല്ലാഹുവേ നിർഭയത്വമുള്ള നാടാക്കണമേ ഈ നാടിനെ, നിർഭയത്വമുള്ള നാടാക്കണമേ. എന്തിനും സൗകര്യപ്പെടണമെങ്കിൽ, ദൈവത്തിന് പോലും സൗകര്യപ്പെടണമെങ്കിൽ അവിടെ നിർഭയത്വം അനിവാര്യമാണ്. അതുകൊണ്ട് നിർഭയത്വമുള്ള നാടാക്കണമേ എന്ന്. അതുപോലെ വർസുഖ്ഹും മിനസ് സമറാത്ത്, ദാരിദ്ര്യമുക്തി നാട്ടിലുണ്ടാവണമേ, ഫലവർഗങ്ങളിൽ നിന്ന് അവർക്ക് നീ ഭക്ഷണം നൽകണമേ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിനക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ നൽകിയിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി ചോദിച്ചു, ഖാല വമൻ കഫറ, അള്ളാഹുവേ നിഷേധികളായ ആളുകൾക്ക് ഇതുണ്ടോ? നിഷേധികളായ ആളുകൾക്കും ഈ അനുഗ്രഹം, നിനക്കിതാ ഭക്ഷണം നൽകിയിരിക്കുന്നു, എല്ലാ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു. ഖാല വമൻ കഫർ, നിഷേധികൾക്കും അതുണ്ടോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീല, അവർക്കും അതൊക്കെ ഉണ്ടാകും, ആ സൗകര്യങ്ങളൊക്കെ കുറെ നൽകും. സുമ്മൽതറുഹു ഇലാ അദാബിന്നാർ വബിഇസൽ മസീർ, പിന്നീട് നമ്മൾ അവരെ ഭയാനകമായ ശിക്ഷയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്നാൽ ദുനിയാവിൽ അവർക്കും ഈ സൗകര്യങ്ങളും സുഖങ്ങളുമെല്ലാം അനുഭവിക്കാൻ കഴിയുമെന്നാണ് നാം ഇപ്പോൾ പറഞ്ഞതുപോലെ. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ
പ്രബോധനത്തിൽ, ജീവിതത്തിൽ തൻ്റെ കുടുംബ സുരക്ഷയും കൂടി വരുന്നുണ്ട്. അവിടെയാണ് വമിൻ ദുരിയത്തി, എൻ്റെ മക്കളെയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. അതുപോലെ സമൂഹങ്ങളെ മറ്റൊരാളും ചൂഷണം ചെയ്യാതെ, ആത്മീയ ചൂഷണങ്ങൾക്ക് വിധേയരാകാതെ, അന്നഅ്ബുദൽ അസ്നാം, ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പ്രാർത്ഥനകളും നേർച്ചകളും കടന്നു ചെല്ലുന്ന അവസ്ഥകളിൽ നിന്ന് മാറി തൗഹീദ് അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള പ്രവർത്തനവും പ്രാർത്ഥനയും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിറഞ്ഞു നിൽക്കുന്ന മാതൃകകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ളതാണ്. മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇന്ന് കളക്ഷനായിട്ടുള്ളത് സാധു സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ആഴ്ചയിലെ കളക്ഷൻ മുൻകൂട്ടി അറിയിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ കളക്ഷനാണ്. ഓരോ ആഴ്ചയിലും നമ്മൾ ഈ പള്ളിയിൽ വരുമ്പോൾ ഇവിടെ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നൽകുന്ന ഈ സംഭാവനകളെ തൻ്റെ ഇരുകരങ്ങളും ചേർത്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത് എന്നാണ്. എന്നിട്ട് അല്ലാഹു അതിനെ ഒരു ഒട്ടകക്കുട്ടിയുടെ രൂപത്തിൽ ഒരു മലയുടെ താഴ്വരയിൽ അതിനെ വളരാൻ വിടുമെന്നാണ്. നാം അല്ലാഹുവിൻ്റെ അടുക്കൽ എത്തുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ഒരു മലയുടെ താഴ്വാരം നിറയെ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ പറയും അല്ലാഹുവോട്, പടച്ചോനെ, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇതൊന്നും എൻ്റെ സമ്പാദ്യമല്ല, ഇതൊന്നും എനിക്ക് ലഭിക്കാൻ അർഹതയുള്ളതല്ല എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നത് നിന്റെ സമ്പാദ്യം തന്നെയാണ്. നീ നൽകിയിട്ടുള്ള സംഭാവനകളെ അതിവിശിഷ്ടമായിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. അതിനെ വളരാൻ വിടുകയായിരുന്നു. അതിപ്പോ ഈ മലയുടെ താഴ്വാരം നിറയെയുള്ള ഒട്ടകക്കുട്ടികളായി മാറിയിട്ടുണ്ട്. ഇതെല്ലാം നിനക്ക് അവകാശപ്പെട്ടതു തന്നെയാണ് എന്ന് പറയുന്ന അനുഭവം പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ആഴ്ചയിലും നമ്മൾ പള്ളിയിൽ വരുമ്പോൾ പള്ളിയിൽ എന്തെങ്കിലും ഒരു കളക്ഷൻ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിവസം 100, 300, 500 രൂപക്കൊക്കെ കറി വെക്കാനുള്ള മത്സ്യം വാങ്ങുന്ന ആളുകളാണ് നമ്മൾ. ആഴ്ചയിൽ പള്ളിയിൽ വരുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇതവിടെ ഉണ്ടാകും. ഫിക്സഡ് ഡെപ്പോസിറ്റാണ്, നശിച്ചു പോകുന്നില്ല. അതവിടെ തന്നെ ഉണ്ടാകും, ഒരിക്കലും നശിക്കാതെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഈ കാര്യത്തിൽ പങ്കാളിയാവേണ്ടതുണ്ട്. ഈ പറയുന്ന സാധു സംരക്ഷണവുമായി ബന്ധപ്പെട്ടും അതുപോലെ ഓരോ ആഴ്ചയിലും നടക്കുന്ന കളക്ഷനുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പോരിശകളൊക്കെ നമുക്കറിയാം. അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണ ചെയ്യുമ്പോൾ ഞാൻ വിശന്നൊട്ടിയ വയറുമായി നിൽക്കുമ്പോൾ എന്തേ നീ എനിക്കൊരു പിടി ആഹാരം നൽകാതിരുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. നാം പറയുന്ന മറുപടി, പടച്ചോനെ, നീ പരമപരിശുദ്ധനല്ലേ, നിനക്ക് വിശപ്പില്ലല്ലോ, നിനക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ നിന്റെ തൊട്ടടുത്ത വീട്ടിലെ, നിന്റെ മഹല്ലിലെ, നിന്റെ നാട്ടിലെ ഇന്നാലിന്ന വ്യക്തി ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, വിഷമിച്ചുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അവർക്ക് നീ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ എനിക്കത് നൽകിയതുപോലെയായിരുന്നു, എന്നെ ഊട്ടിയതുപോലെയായിരുന്നു, എന്നെ വസ്ത്രം ധരിപ്പിച്ചതുപോലെയായിരുന്നു എന്ന് അള്ളാഹു പറയുന്ന മറുപടി നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും തങ്ങി നിൽക്കേണ്ടതുണ്ട്. അതുപോലെ അടുത്ത ആഴ്ച നടക്കാനുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ എത്രയെത്ര രോഗികളാണ്. ഒരാൾക്ക് തന്നെ, നമ്മൾ തന്നെ നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കൂ, എത്രയെത്ര രോഗങ്ങളാണ് നമുക്കുള്ളത്.
പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള രോഗങ്ങൾ പലതുമുണ്ട്. വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പല വിധത്തിലുള്ള രോഗങ്ങൾ, ഒരു ദിവസം 10ഉം 15ഉം ഗുളികകളൊക്കെ കഴിക്കുന്ന ആളുകൾ. എന്നാൽ അതിനേക്കാളും അപ്പുറം കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ആളുകൾ, ഒന്ന് മൂത്രമൊഴിക്കാൻ കഴിയാത്ത ആളുകൾ, ഒന്ന് മലമൂത്ര വിസർജനത്തിന് ബാത്റൂമിലേക്ക് പോകാൻ കഴിയാത്ത ആളുകൾ, എത്രയെത്ര കഷ്ടപ്പെടുന്ന രോഗികൾ നമ്മുടെ നാടിന്റെ ചുറ്റളവിലുണ്ട്. ആ ആളുകളുടെ അടുക്കലേക്ക് ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സൗകര്യങ്ങളും സജ്ജീകരണങ്ങളുമായി ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തകന്മാർ ഈ നഗരങ്ങളിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ നൽകുന്നത്. അങ്ങനെ അവർക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം, പല ആളുകളും പുറത്തേക്ക് കണ്ണുകൾ നീട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ വരാത്തത്, എപ്പോഴാണ് അവർ വരിക എന്ന് വിചാരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ അടുക്കലേക്ക് സാന്ത്വനത്തിന്റെ വഴികളുമായി ഈ ആളുകൾ കടന്നു വന്ന് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കഴിയുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഒരു ആശ്വാസത്തിന്റെ നെടുവീർപ്പുണ്ടാകും. അൽഹംദുലില്ലാഹ്, പടച്ചോനെ, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ആഴ്ചകളിലും അവർ കടന്നു വരാറുണ്ട്, അല്ലെങ്കിൽ ദിവസങ്ങളിലും അവർ ആവശ്യം വരുമ്പോൾ കടന്നു വരാറുണ്ട്. മൂത്രത്തിന്റെ ട്യൂബ് മാറ്റാൻ ഞങ്ങൾ വിളിച്ചാൽ മതി, അപ്പോഴേക്ക് അവർ എത്താറുണ്ട്. പടച്ചോനെ, ആരുടെയെല്ലാം സംഭാവനകളും അതുപോലെ തന്നെ ദാനങ്ങളുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നറിയില്ല. പടച്ചവനെ, അവർക്കെല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലവും സൗകര്യങ്ങളും നീ നൽകണമേ എന്ന ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു പ്രാർത്ഥന നമ്മൾ ഒരു പക്ഷേ മരിക്കുവോളം ഇബാദത്തെടുത്താലും അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. മരിക്കുന്നത് വരെ ഇബാദത്തെടുത്താലും ഈ പാവപ്പെട്ടവന്റെ മനസ്സിൽ നിന്ന് ലഭിക്കുന്ന ആ പ്രാർത്ഥനയുടെ അത്ര അത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചകളിൽ നമ്മൾ നൽകുന്ന ഓരോ ആവശ്യങ്ങൾക്ക് എല്ലായ്പ്പോഴും അത് വിശദീകരിക്കേണ്ട ആവശ്യം വരരുത്. ഓരോ ആഴ്ചകളിലും നമ്മൾ നൽകുന്ന ഈ സംഭാവനകൾ നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണെന്നും ഉഴുതുമലയോളം നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ തിരിച്ചു കിട്ടാനുള്ളതാണ് എന്നും ആത്മാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പരമാവധി സഹകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ബോധമുള്ളവരായി അള്ളാഹുവിന്റെ ദീനിനെ പ്രാവർത്തികമാക്കുന്നവരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ ഇഖ്ലാസോടുകൂടി അടിയുറച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് മനസ്സിലാക്കി ശിർക്കിന്റെ വഴികളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പടപൊരുതി ജീവിച്ച ഒരു ജീവിതമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം. അങ്ങനെ ആ സന്ദേശം വിളംബരം ചെയ്യുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. പ്രായാധിക്യത്തിന്റെ വിഷമതകൾ അനുഭവിക്കുന്ന, രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, അത് നമ്മുടെ സദസ്സിലുള്ളവരും വീട്ടിലുള്ളവരും കുടുംബത്തിലുള്ളവരും എല്ലാവർക്കും അള്ളാഹുവേ നീ ശിഫയും ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈമാനോട് കൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.